അതായത് എന്താ പാട് സുഖമല്ല എല്ലാവർക്കും. നമ്മളെ അമേരിക്കൻ യൂസഫ് എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ വിചാരിക്കും എന്താ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. അതായത് പണ്ട് കാലത്ത് നമ്മൾ അമേരിക്കയ്ക്ക് നാട് വിട്ടു പോയതാണ്. നമ്മൾ നമ്മുടെ ഒരു സ്നേഹിതൻ നാരായണനും പാടെ അന്ന് പിന്നെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആയിട്ട് നമ്മൾ അമേരിക്കയ്ക്ക് പോയതാണ്. അതായത് അന്ന് പാസ്പോർട്ടും വിസയും അതുപോലെ തന്നെ വിമാനമൊന്നുമില്ല. നമ്മൾ ഒരു ഉരുവിലാണ് അമേരിക്കയ്ക്ക് പോണത്. അപ്പോൾ ദുബായ് കടപ്പുറം വഴിയാണ് നമ്മൾ അമേരിക്കയ്ക്ക് പോണത്. അപ്പോൾ ദുബായ് എത്തിയപ്പോൾ നാരായണൻ ചാടി, നമ്മൾ നേരെ അമേരിക്കയ്ക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അത് പിന്നെ ഈ നാരായണൻ ചാടി സിനിമയായി പത്തേമാരി എന്ന് പറഞ്ഞൊരു സിനിമ. ഇനി 20-ാം മാരി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നമ്മളെ വിളിച്ചിരുന്നു. നമുക്ക് പിന്നെ സിനിമയോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. അങ്ങനെ നമ്മൾ ഏതായാലും അമേരിക്കയിൽ എത്തിയല്ലോ. എത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം. എനിക്കറിയാവുന്ന ഒരു ചായക്കച്ചവടം മാത്രമേ എനിക്കറിയുള്ളൂ, ചായപ്പീടിയ. അപ്പം നമ്മൾ എവിടെ ചായപ്പീടിയ തുടങ്ങുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോണ്ട് നമ്മളെ മുന്നിൽ അലാക്കിൻ്റെ ഒരു ബിൽഡിങ്, അതിലൊരു പേരും എഴുതി വെച്ചിട്ടുണ്ട്, വേൾഡ് ട്രേഡ് സെൻറ്ററിന്. നമ്മളൊന്നും നോക്കിയില്ല. അതിൻ്റെ താഴത്താണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഫ്രൈഡ് റൈസും കുഴിമന്തിയും ഷഫായി ഇതൊക്കെ കിട്ടുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ നാടൻ സെറ്റപ്പുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ നമുക്ക് നല്ല കച്ചവടമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിലെ മലയാളികളെ കച്ചവടമാണ്. അവർ രാവിലെ വരും കട്ടൻ കാപ്പിയും ഇതൊക്കെ കുടിച്ചാണ്ട് ഓല് പറ്റി എഴുതിക്കുമോ എന്ന് പറഞ്ഞ ഒറ്റ പോക്കാണ്. അല്ല, നമ്മളെ പറ്റിക്കാനുള്ള പരിപാടിയാണത്. അപ്പോൾ നമുക്ക് നമ്മൾ കച്ചവടം ഇങ്ങനെ കൂടിയപ്പോഴേ ഭയങ്കര കച്ചവടം. ഇത് ബില്ലാതെ ശ്രദ്ധിക്കുകയാണ് നമ്മളെ കച്ചവടം കണ്ടിട്ട്. ബില്ലാതെ ഈ നമ്മളെ കച്ചവടം ആകെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലൈറ്റ് വിടും ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കാൻ വേണ്ടിയിട്ട്. ബില്ലാതെ പ്ലാൻ ഇടുക. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഫ്ലൈറ്റ് കണ്ട് വിട്ടപ്പോൾ ഫ്ലൈറ്റ് ഇട്ട് വന്നിട്ട് നമ്മളെ ഈ ബിൽഡിങ്ങിൽ ഇടിക്കാൻ നേരത്ത്, നമ്മളെ വേൾഡ് സെൻറ്ററിന് ഇടിക്കാൻ നേരത്ത് നമ്മളായിട്ട് ഇറങ്ങി വെക്കും. ഇറങ്ങി നിന്ന് അപ്പം തന്നെ അതുകൊണ്ട് മടങ്ങിപ്പോവും. എന്തായാലും ഇവരെ പരിപാടിയൊന്നും നടക്കില്ല, നമ്മളവിടെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ വേൾഡ് സെൻറ്ററിൽ പിന്നെ 30-ാമത്തെ നിലയിൽ നമ്മുടെ ഒരു സ്നേഹിതനുണ്ട് സുലൈമാൻ. ഓനൊരു സുലൈമാനിയും നമ്മൾ ചക്കപ്പുഴുക്കായിട്ട് കൊടുക്കാൻ ചെല്ലുക. ആ നേരത്താണ് ഈ വിമാനം വന്ന് ഇടിക്കുന്നത്. അപ്പം തന്നെ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ എന്നോട് പറഞ്ഞേ, വിമാനം ഇടിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെട്ടു വിളിയുന്നത്. നമ്മളൊന്നും നോക്കിയില്ല, അങ്ങോട്ട് ചാടി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ കാണുന്നത് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ഇടിഞ്ഞ് പൊളിഞ്ഞ് നമ്മുടെ തട്ടുകടൻ്റെ മുകളിലേക്കാണ് വീണത്. ആകെ ദാരിദ്ര്യം കഷ്ടപ്പാട് കടമൊക്കെ ആയി. പിന്നെ അവിടെ നിൽക്കാനൊരു മാർഗ്ഗമില്ല. പിന്നെ നമ്മൾ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോരുക. നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ എത്തി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ കുറേ താടി വെച്ച ഭീകരന്മാർ തോക്കി ചൂണ്ടിയിട്ട് വിമാനം റാഞ്ച് ചെയ്ത്. അങ്ങനെ വിമാനം റാഞ്ച് ചെയ്യുന്നതായിട്ട് പറഞ്ഞത്. നമ്മൾ വലിയ ദുരന്തം കഴിഞ്ഞ് വരികയല്ലേ, കഴിച്ചിലായി പോരല്ലേ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിന് വേണ്ടി വലിയൊരു സൂത്രം നമ്മൾ പ്രയോഗിച്ചു. കാരണം എൻ്റെ മൂത്തമ്മാൻ്റെ മോനുണ്ട് സുക്കൂർ. ഓന് ഭയങ്കര താടിയൊക്കെ വളർത്തിയ ഒരാളാണ്. കണ്ടു കഴിഞ്ഞ ഒരു ബില്ലാതെ ലുക്കുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെ പേഴ്സിൽ. ഭീകരന്മാർക്ക് ആ ഫോട്ടോ എടുത്തിട്ട് ഞാനത് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയാം, എൻ്റെ പൊന്നു ചങ്ങാതി നിങ്ങളും ബില്ലാദിനും തമ്മിൽ ഇമ്മാരി പിന്നെ കമ്പനിയാന്ന് നമ്മൾ അറിയാം, നിങ്ങൾ ബില്ലാദിനോട് പറയരുത് കേട്ടോ, ഞങ്ങൾ തമാശയ്ക്ക് കയറിയാണ്. ഓരങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് പോയി. നമ്മൾ നേരെ എന്ത് ചെയ്ത് കോഴിക്കോട് വിമാനത്താവളത്തിലാണ് ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ ആ വേടൻ എന്നെ വിളിക്കുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാസ്പോർട്ടും വിസയൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് വരാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ അമേരിക്കത്തെ കഥ. ഇനി പോയി വന്നിട്ട് പുതിയ അമേരിക്കത്തെ കഥ വേണമെങ്കിൽ ഞാൻ പറയാം. എങ്ങനെയുണ്ടായിരുന്നു? പോരാ, നമ്മളല്ലേ പറയണ്ടേ, നിങ്ങളല്ലേ പറയണ്ടേ. ഫസ്റ്റ് ടൈം ആണോ ഉണ്ണി സ്റ്റാൻഡപ്പ് കോമഡിയിൽ ആദ്യമായിട്ട് വരികയാണ്. ഫസ്റ്റ് ടൈം ആണ്, ജസ്റ്റ് ഒരു ട്രൈ ആയിരുന്നു. അതെ അല്ലേ? പിച്ച് ചെയ്ത് നോക്കിയത് എങ്ങനെ ഉണ്ട് ഉണ്ണി? ഇതില് എന്താ വെച്ചാല് കുറച്ച് ഹ്യൂമർ, കുറച്ചെന്നല്ല നന്നായിട്ട് ഹ്യൂമറിന്റെ കുറവുണ്ട്. ഒരു കഥ പറഞ്ഞു പോയി, അത്രേ ഫീൽ ചെയ്തിട്ടുള്ളൂ. തമാശകൾ വളരെ കുറവായിരുന്നു. നിങ്ങൾ കഥ പറഞ്ഞു പോയി. ആ കഥ പറഞ്ഞു പോയത് കേൾക്കാൻ ഒരു രസമുണ്ടായിരുന്നു, ഒരു സുഖമുണ്ടായിരുന്നു. തമാശ അധികം ഇല്ലായിരുന്നു. പക്ഷേ ഈ ഞാനും നാരായണനും കൂടിയാണ് അമേരിക്കയ്ക്ക് പോകുന്നത്. ദുബായ് കടപ്പുറം എത്തിയപ്പോൾ നാരായണൻ അവിടെ ചാടി. നാരായണന്റെ കഥയാണ് പത്തേമാരി. ആ ഒരു ക്രാഫ്റ്റ് അത് കണക്ട് ചെയ്തതിന്റെ നല്ല ഒരു സ്റ്റോറിയാണ്, ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവിടെ പോയി ചായക്കട തുടങ്ങുന്നത് കഥ നല്ല രസമുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് വന്ന് ഇതേപോലെ തന്നെ സ്റ്റാൻഡപ്പ് കോമഡി അവതരിപ്പിക്കാം. ഇല്ലെങ്കിൽ വേറൊരാളെയും കൂടെ കൊണ്ടുവന്ന് ഒരു കൂടിയിട്ട് സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെയും ചെയ്യാം. അതെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാം. രണ്ടുപേർക്ക് ഒന്ന് ചെയ്താൽ എന്താ കുഴപ്പം? എന്ത് ചെയ്താൽ മതി, അല്ല, രണ്ടുപേരും മിണ്ടിയും പറഞ്ഞ് നിന്ന് ഒരു തമാശ പ്രസന്റ് ചെയ്യാമല്ലോ.
ഒരു പുതിയൊരു ശാഖ പൊട്ടി പുറപ്പെടട്ടെ, ആ തടസ്സം നിൽക്കാതെ ഒരു കാര്യം തുടങ്ങുമ്പോൾ. നമ്മളിങ്ങനെ സോറി സോറി സോറി. അതായത് എന്ത് കാര്യം തുടങ്ങാൻ വരുമ്പോഴത്തേക്കും ഭാഗത്താണ് തടസ്സം. തെറ്റ്.